Assalamualaikum. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നന്നായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നതും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളൂ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. വായിലിട്ടാൽ അങ്ങോട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനൊരു സോസ് പാനിലേക്കോ അല്ലെങ്കിൽ ഒരു പാനിലേക്കോ അതിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മളിത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തവി ഇട്ടിട്ടൊന്നും ഇളക്കൊന്നും വേണ്ട. നമുക്കിതുപോലെ ഒന്ന് പാനൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാരമലായി കിട്ടും. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ഏത് ബൗളിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് ആ ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റീൽ ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കുഴിയുള്ള ബൗളാണെങ്കിൽ നമുക്ക് പുഡിംഗ് കുറച്ചും കൂടെ നല്ല ഹൈറ്റിൽ കിട്ടും. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ബൗളിലേക്കാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ടൻ്റെ വെള്ള ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ നനവ് ഒട്ടും പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മുട്ട മുഴുവനായിട്ട് പൊട്ടിക്കാതെ നമ്മൾ എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടൻ്റെ മഞ്ഞ ഉപയോഗിക്കണില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വേറെ മുട്ടൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്താൽ മതി. അല്ലെങ്കിൽ ആ മുട്ടൻ്റെ മഞ്ഞ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് നിങ്ങളൊരു ബൗളിലേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അടിച്ച് വെക്കുക. അപ്പോൾ 2 മുട്ടൻ്റെ വെള്ളം ഞാൻ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്ക് എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ആദ്യം വേണമെങ്കിലും പഞ്ചസാര ചേർക്കാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ തണുത്ത മുട്ട എടുക്കരുത്. അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡിലും നമ്മുടെ ബൗളിലും ഒട്ടും വെള്ളത്തിൻ്റെ ഇത് ഉണ്ടാവരുത്. എന്നാലും തന്നെ പെട്ടെന്ന് നമുക്കിത് മുട്ട നന്നായിട്ട് ബീറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മൊത്തം നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാരൻ്റെ ആവശ്യമാണ് വരുന്നത് കേട്ടോ. 1/4 കപ്പ് നമ്മൾ കാരമൽ ചെയ്തു. അതുപോലെ തന്നെ 1/4 കപ്പ് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തുള്ളി വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്കൻ്റെ പൊടി ചേർത്താൽ മതി. ആ ഒരു മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാനില എസൻസും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇപ്പം ബീറ്റർ ഇല്ലാണ്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവണില്ല കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടുന്ന സമയത്ത് നന്നായിട്ട് കുഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇത്രയും മതി. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഷുഗർ കാരമൽ ചെയ്ത് ഒഴിച്ച് വെച്ചിട്ടുള്ള ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ചെറിയ ബൗളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഹൈറ്റിലാവും നമുക്ക് പുഡിങ് കിട്ടുക. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ബൗൾ കുറച്ചൊന്ന് പരന്നിട്ടാണ് കേട്ടോ. അപ്പം അത്രയും ഒരു ഹൈറ്റിൽ ഉണ്ടാവില്ല. അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അടച്ചുകൊടുത്താൽ മതി. ചെറിയ ഹോളുള്ള ഏതെങ്കിലും അടപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് അടച്ചുകൊടുത്താൽ മതി. അപ്പോൾ ഹോളുള്ള അടപ്പ് എന്ന് ഉദ്ദേശിച്ചത് അതിലേക്ക് ആവി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വിയർത്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളം ഉറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ താന്നു പോവും. അപ്പം ഇതുപോലെ ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യാം. എന്നിട്ടൊരു കത്തിയോ ഫോർക്കോ വെച്ചിട്ട് ചെറുതായിട്ട് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ഒരു സ്റ്റീം ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് ഏത് പാത്രത്തിലാണോ നിങ്ങൾ വേവിക്കുന്നത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. സ്റ്റീമറിലാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇതുപോലെ പാത്രം വെച്ചിട്ട് അതിലൊരു സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടൊന്ന് ഒരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. വെറും 15 മിനിറ്റ് നമുക്കിതിനൊരു കുക്കിംഗ് ടൈം ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പം നല്ല ചൂടുണ്ടാവും. ശ്രദ്ധിച്ച് തന്നെ എടുക്കുക കേട്ടോ. കയ്യിലേക്ക് ആവി അടിക്കാതെ. അപ്പം അത് നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല കേട്ടോ. ചൂടോട് കൂടി വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. തണുപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഞാൻ പറഞ്ഞ വലിയ പാത്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് നമുക്കതൊരു പ്ലേറ്റിലേക്ക് റീമോൾഡ് ചെയ്യാം.
പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ നമുക്ക്. ഇനി ഇതൊരു ചെറി വെച്ചിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിൽ ഡെക്കറേഷനായിട്ട് ഒരു ബന്ധമില്ല, കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്ത് ചെറി ഇല്ല കേട്ടോ. ചെറി ഉണ്ടെങ്കിൽ അത് വെക്കായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. വായിലിട്ടാൽ സത്യം പറഞ്ഞാൽ നന്നായിട്ട് അലിഞ്ഞു പോകുന്ന ഒരു തന്നെയാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം. നല്ല സോഫ്റ്റാണ്, വളരെ പെട്ടെന്ന് നമുക്കിത് സ്കൂപ്പ് ചെയ്ത് കഴിക്കാനാവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേക്കാളും നല്ലത് സ്പൂണൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കോരി കഴിക്കാനാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.